നമസ്കാരം. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി സമൂഹ മാധ്യമങ്ങളിൽ സംസ്ഥാന സർക്കാരിനെതിരെ വലിയ വിമർശനങ്ങളാണ് ഇടതു സൈബർ സഖാക്കൾ ഉയർത്തിക്കൊണ്ടുവരുന്നത്. വലിയ അധിക്ഷേപങ്ങൾ തന്നെയാണ് ഉയർത്തിക്കൊണ്ടുവരുന്നത്. വി ഡി സതീശനല്ല കേരളം ഭരിക്കുന്നത്, വി ഡി സവർക്കറാണ് കേരളം ഭരിക്കുന്നത് എന്നാണ് ഒരു മുതിർന്ന ഇടതുപക്ഷ പ്രവർത്തകൻ സമൂഹ മാധ്യമത്തിൽ കുറിച്ചത്. അത് ഏറ്റെടുത്ത് നിരവധി സൈബർ സഖാക്കളും രംഗത്തെത്തി. യഥാർത്ഥത്തിൽ ആർ സുഗതന്റെ സത്യപ്രതിജ്ഞ വിഷയമാണ് ഇതിന്റെ തുടക്കം എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ആർ സുഗതന് ജയിലിൽ സത്യപ്രതിജ്ഞ ചെയ്യാൻ അവസരമൊരുക്കി കൊടുത്തു എന്നുള്ളതായിരുന്നു ഇടതുപക്ഷം ആദ്യം ഇവിടെ സർക്കാരിനെതിരെ ഉന്നയിച്ച ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയം. ഇവിടെ ആർ സുഗതന്റെ സത്യപ്രതിജ്ഞ അത് ഹൈക്കോടതിയുടെ നിർദ്ദേശപ്രകാരമാണ് നടന്നത്. ആർ സുഗതൻ മാത്രമല്ല, ദൈവനാമത്തിൽ സത്യപ്രതിജ്ഞ ചെയ്യാതെ വിവിധ ദൈവങ്ങളുടെ പേരിൽ സത്യപ്രതിജ്ഞ ചെയ്ത മുഴുവൻ കൗൺസിലർമാരും വീണ്ടും സത്യപ്രതിജ്ഞ ചെയ്യണം, നിലവിൽ ചെയ്ത സത്യപ്രതിജ്ഞ അസാധുവാണ് എന്ന് ഹൈക്കോടതിയുടെ ഒരു ഉത്തരവുണ്ടായി. എല്ലാവരും സത്യപ്രതിജ്ഞ ചെയ്തു. ആർ സുഗതന്റെ സത്യപ്രതിജ്ഞ അത് ജയിലിലായതുകൊണ്ട് നടന്നിരുന്നില്ല. ഈ സമയത്ത് സുഗതൻ കോടതിയെ സമീപിച്ചു. എനിക്ക് സത്യപ്രതിജ്ഞ ചെയ്യണം, കോടതിയുടെ ഉത്തരവാണ്, അത് പാലിക്കണം, ജാമ്യം അനുവദിക്കണം എന്ന് പറഞ്ഞുകൊണ്ടാണ് കോടതിയെ സമീപിച്ചത്. ജാമ്യം കൊടുക്കുമായിരുന്നു കോടതി ആ ഒരു ജാമ്യാപേക്ഷയുടെ പുറത്ത്. എന്നാൽ ജയിലിൽ സത്യപ്രതിജ്ഞ ചെയ്യാൻ അവസരമൊരുക്കാം എന്ന് കോടതിയെ അറിയിച്ചത് സർക്കാരാണ്. അങ്ങനെ ആ ജാമ്യം തടഞ്ഞു, ജാമ്യം ലഭിച്ചില്ല. ഇതാണ് സംഭവിച്ചത്. പക്ഷേ സുഗതന് ജയിലിൽ സത്യപ്രതിജ്ഞ ചെയ്യാൻ അവസരം ഒരുക്കി കൊടുത്തു എന്ന് വ്യാപകമായി സമൂഹ മാധ്യമങ്ങളിലൂടെ അത് സുഗതന് ചെയ്തു കൊടുത്ത ഒരു ആനുകൂല്യമാണ് എന്ന രീതിയിലുള്ള പ്രചരണങ്ങൾ വ്യാപകമായി നടത്തി. എന്തായാലും അതിന്റെ കാറ്റ് ഏറെക്കുറെ പോയി കിട്ടി, അത് അവസാനിച്ചു. അതിനുശേഷം സുഗതന് സർക്കാർ അനുകൂലമായ ഒരു തീരുമാനമെടുത്തു, സുഗതനെ സഹായിക്കുന്ന ഒരു തീരുമാനമെടുത്തു. തദ്ദേശ സ്വയംഭരണ വകുപ്പാണ് അതിന് പുറകിൽ പ്രവർത്തിച്ചത് എന്നുള്ള ഒരു ആക്ഷേപം ഉയർന്നു വന്നു. യഥാർത്ഥത്തിൽ മന്ത്രി പോലും അറിയാതെ തദ്ദേശ സ്വയംഭരണ വകുപ്പ് അണ്ടർ സെക്രട്ടറിയാണ് അത്തരത്തിലൊരു നീക്കം നടത്തിയത് എന്ന് പിന്നീട് ബോധ്യപ്പെട്ടു. ആ ഉദ്യോഗസ്ഥർക്കെതിരെ നടപടിയെടുത്തു. നിലവിൽ സുഗതന് അനുകൂലമായി നടന്ന ഒരു നീക്കം അല്ലെങ്കിൽ ആ ഉത്തരവ് സർക്കാർ റദ്ദു ചെയ്യുകയും ചെയ്തു. തദ്ദേശ സ്വയംഭരണ വകുപ്പ് തന്നെയാണ് അത് റദ്ദു ചെയ്തത്. മന്ത്രി തന്നെ ഇക്കാര്യം മാധ്യമങ്ങളോട് പറഞ്ഞു. പിന്നീട് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു വിഷയം എന്ന് പറയുന്നത് സർക്കാരിനെതിരെ ഉന്നയിച്ചുകൊണ്ടിരിക്കുന്ന കഴിഞ്ഞ ഒരാഴ്ച അല്ലെങ്കിൽ ഒരു 10 ദിവസത്തിനുള്ളിൽ നടന്ന വിഷയങ്ങളാണ് ഞാൻ പറയുന്നത്. ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു വിഷയം സവർക്കറെ സുഖിപ്പിക്കുന്ന വിധത്തിൽ അനുകൂലിച്ചുകൊണ്ട് ഇവിടെ ഒരു ചോദ്യം തയ്യാറാക്കി. അത്തരത്തിലൊരു ചോദ്യം ഇവിടെ സ്കൂൾ കുട്ടികൾക്കിടയിലേക്ക് എത്തി എന്നുള്ളൊരു വിഷയമാണ്. യഥാർത്ഥത്തിൽ ഇതിനു പുറകിൽ ആരാണ് എന്നുള്ളതിനെ കുറിച്ചൊരു അന്വേഷണം സർക്കാർ നടത്തിക്കൊണ്ടിരിക്കുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇന്നത്തെ കാലത്ത് അർജുൻ ആയങ്കിയെ പോലും പിന്തുണയ്ക്കുന്ന ചില ആളുകൾ സർക്കാർ സംവിധാനത്തിനകത്തുണ്ട്. അതിന്റെ ചില വിഷ്വൽസും ചില ദൃശ്യങ്ങളും ഒക്കെ ഞാൻ നേരത്തെ പുറത്തുവിട്ടിരുന്നു. ആരോഗ്യവകുപ്പിൽ ജോലി ചെയ്യുന്ന ഒരു വ്യക്തി ഇവിടെ കേരള പോലീസ് അർജുൻ ആയങ്കിയെ പിടിക്കാൻ നെട്ടോട്ടം ഓടുന്ന സമയത്ത് അർജുൻ ആയങ്കിയുടെ പോസ്റ്റുകൾക്ക് അനുകൂലമായി സമൂഹ മാധ്യമങ്ങളിൽ പ്രതികരിക്കുന്നു, ലൈക്കടിക്കുന്നു. ഇത്തരത്തിലുള്ള ആളുകൾ സർക്കാർ സംവിധാനത്തിനകത്തുള്ളപ്പോൾ സർക്കാരിനെ വെട്ടിലാക്കുന്ന, ഇപ്പോൾ ഭരിക്കുന്ന സർക്കാരിനെ വെട്ടിലാക്കും വിധത്തിലുള്ള ചില നീക്കങ്ങൾ അണിയറയിൽ നടന്നില്ലെങ്കിലേ അത്ഭുതമുള്ളൂ. അതിനെക്കുറിച്ചുള്ള വിവരങ്ങൾ പുറത്തു വരേണ്ടതുണ്ട്. വൈകാതെ പുറത്തു വരും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. അതുപോലെ മറ്റൊരു വിഷയമാണ് ഇവിടെ സഹകരണ ബാങ്കുകൾ വഴി പെൻഷൻ കൊടുക്കില്ല എന്ന് സർക്കാർ തീരുമാനിച്ചു എന്നുള്ളൊരു വിഷയം. എന്തായാലും ഇവിടെ പെൻഷൻ അത് സർക്കാർ കൊടുക്കുന്നതാണ്, അത് പാവപ്പെട്ടവന്റെ അവകാശമാണ്. അത് കൊടുക്കുന്നിടത്ത് ഇടനിലക്കാരുടെ ആവശ്യമില്ല. അത് CPM-കാരനാണെങ്കിലും വേണ്ട, കോൺഗ്രസ്സുകാരനാണെങ്കിലും വേണ്ട, ലീഗുകാരനാണെങ്കിലും വേണ്ട, അത് നേരിട്ട് അവരുടെ അക്കൗണ്ടുകളിലേക്ക് എത്തിക്കും. ഇനി കിടപ്പ് രോഗികളാണെങ്കിൽ അവർക്ക് കൊടുക്കാൻ സർക്കാർ സംവിധാനങ്ങൾ മറ്റു വഴികൾ നോക്കും എന്ന് ഇവിടെ ഗവൺമെന്റ് പറയുന്ന ഒരു സാഹചര്യം ഉണ്ടായി. അതോടുകൂടി അതും ചീറ്റിപ്പോയി. CPIM-നെ സംബന്ധിച്ചിടത്തോളം സഹകരണ ബാങ്കുകൾ വഴി പെൻഷൻ കൊടുക്കാതിരിക്കുക എന്ന് പറഞ്ഞാൽ അത് വലിയൊരു തിരിച്ചടിയാണ്. അത് CPIM-ന് നല്ല രീതിയിൽ അറിയാം. എന്തായാലും അത് മറച്ചു വെച്ചുകൊണ്ട് സാധാരണക്കാർക്ക് ഇനി പെൻഷൻ കിട്ടില്ല എന്നുള്ള രീതിയിലുള്ള ഒരു പ്രചരണമാണ് CPIM-ന്റെ ഭാഗത്തു നിന്നുണ്ടായത്. എന്തായാലും അത് പൊതുസമൂഹം അത് മനസ്സിലാക്കി എന്ന് തന്നെയാണ് ഇപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത്. ഏറ്റവും അവസാനം വന്ദേമാതരം സ്വാതന്ത്ര്യ ദിനാഘോഷവുമായി ബന്ധപ്പെട്ടത് പൂർണ്ണമായി ചൊല്ലണം എന്നുള്ള ഒരു ഉത്തരവ് സർക്കാർ ഇറക്കി എന്ന് പറഞ്ഞ് സർക്കാരിനെതിരെ വ്യാപകമായിട്ടുള്ള സൈബർ അധിക്ഷേപങ്ങൾ ഉണ്ടായി. എന്തായാലും അതും ഏറെക്കുറെ തീർന്നിരിക്കുകയാണ്. സർക്കാർ അത്തരത്തിലൊരു തീരുമാനം വേണ്ട എന്നുള്ള ഒരു ഉത്തരവ് ഇപ്പോൾ ഇറക്കിയിരിക്കുകയാണ്. നേരത്തെ ഇവിടെ ലോക്ഭവനിൽ നിന്ന് അങ്ങനെ ഒരു നിർദ്ദേശം വന്നു. അത് വന്നത് ചീഫ് സെക്രട്ടറിക്കാണ് എന്നാണ് N. ഷംസുദ്ദീൻ പറഞ്ഞത്. അങ്ങനെ സംഭവിച്ചിട്ടില്ല എന്നുള്ള ചില വാർത്തകളും വരുന്നുണ്ട്. എന്തായാലും വന്ദേമാതരം പൂർണ്ണമായും ചൊല്ലേണ്ടതില്ല. ഇക്കാര്യത്തിൽ ഇവിടെ പാർട്ടിക്ക് ഒരു നിലപാടുണ്ട്, UDF-ന് ഒരു നിലപാടുണ്ട്. എന്തായാലും UPA സംവിധാനം അല്ലെങ്കിൽ ഇന്ത്യ സഖ്യം, ഈ സഖ്യത്തിനുള്ള അതേ നിലപാട് തന്നെയാണ് ഈ വിഷയത്തിൽ UDF-നുള്ളത്, ലീഗിനുള്ളത്, കോൺഗ്രസിനുള്ളത് എന്ന് PK കുഞ്ഞാലിക്കുട്ടി സാഹിബ് കഴിഞ്ഞ ദിവസം പറഞ്ഞു.
സർക്കാർ അതിനനുസരിച്ച് ഉത്തരവും ഇപ്പോൾ പുറത്തിറക്കി. എന്തായാലും ഇതൊന്നും മനസ്സിലാക്കാതെ സമൂഹ മാധ്യമങ്ങളിൽ ഈ കഴിഞ്ഞ കാര്യങ്ങളൊക്കെ എടുത്ത് ചില ആളുകൾ ഇപ്പോഴും പോസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സർക്കാരിനെ അധിക്ഷേപിക്കാൻ, അല്ലെങ്കിൽ വി.ഡി. സതീശനെ മെക്കിട്ട് കയറുന്നതിന് വേണ്ടി, മുസ്ലിം ലീഗിനെ മെക്കിട്ട് കയറുന്നതിന് വേണ്ടിയൊക്കെ വ്യാപകമായിട്ടുള്ള ചില പ്രചരണങ്ങൾ സമൂഹ മാധ്യമങ്ങളിൽ നടക്കുന്നുണ്ട്. എന്തായാലും എല്ലാം ചീറ്റിപ്പോയി എന്ന് തന്നെയാണ് ഇപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്തായാലും ഇവിടെ ഇടയ്ക്കെങ്കിലും ചില പ്രശ്നങ്ങൾ ഉയർന്നു വരുന്നുണ്ട്. ചില വിഷയങ്ങൾ സർക്കാരിനെ വെട്ടിലാക്കും വിധത്തിലുള്ള ചില നീക്കങ്ങൾ ഈ സർക്കാർ സംവിധാനത്തിനകത്ത് നടക്കുന്നുണ്ട് എന്ന കാര്യം പറയാതിരിക്കാൻ കഴിയില്ല. ഇവിടെ ഉന്നയിക്കുന്ന ചില ആക്ഷേപങ്ങൾ, ആ ആക്ഷേപങ്ങൾ പുറത്തു വരുമ്പോഴാണ്, അല്ലെങ്കിൽ വിമർശനങ്ങൾ ഉയർന്നു വരുമ്പോഴാണ് പലപ്പോഴും ഇതൊക്കെ മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്തായാലും അത്തരത്തിലുള്ള ആളുകളെ മനസ്സിലാക്കാൻ ഇത്തരത്തിലുള്ള ആക്ഷേപങ്ങളും വിമർശനങ്ങളും ഒക്കെ ഉപകരിക്കുകയാണെങ്കിൽ അത് നല്ല കാര്യം തന്നെയാണ്. അതുകൊണ്ട് ഈ വിമർശനങ്ങൾ ഉന്നയിക്കുന്ന ആളുകൾ അത് തുടർന്നുകൊണ്ടേയിരിക്കുക, അധിക്ഷേപിക്കുന്ന ആളുകൾ അത് തുടർന്നുകൊണ്ടേയിരിക്കുക. ചില കള്ളനാണയങ്ങളെ തിരിച്ചറിയാൻ അത് സഹായിക്കുന്നുണ്ട്. സർക്കാർ എന്തായാലും ആലോചിച്ച് കൃത്യമായി പരിശോധിച്ച് അത്തരത്തിലുള്ള കള്ളനാണയങ്ങളെ പുറത്തു കൊണ്ടുവരും എന്ന് തന്നെയാണ് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ മനസ്സിലാക്കാൻ കഴിയുന്നത്.